ആദിലേനെ ഇഷ്ടമില്ലാത്ത നൂറയുടെ ഓഡിയൻസ് ഉണ്ട്, നൂറേനെ ഇഷ്ടമില്ലാത്ത ആദിലയുടെ ഓഡിയൻസ് ഉണ്ട്, ആദിലേനെയും നൂറേനെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട്. രണ്ടുപേർക്കും സെപ്പറേറ്റ് ഓഡിയൻസ് ആണ്. അതുകൊണ്ടിട്ടാണ് നൂറയ്ക്ക് കൂടുതൽ സപ്പോർട്ടിങ് നമ്മൾ കാണുന്നതും ആദിലയ്ക്ക് കുറവ് സപ്പോർട്ടും കാണുന്നത്. ആദിലൊരു ഹ്യൂജ് ഓഫ് സപ്പോർട്ടിങ് ആൾക്കാരുണ്ട്, ഭയങ്കര ജെനുവിനായിട്ട് ആദിലേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം. ഇപ്രാവശ്യം മണി ബോക്സിൽ ആദില പൈസ എടുക്കുമെന്ന് എൻ്റെ ഒരു പ്രതീക്ഷയിലുണ്ടായിരുന്നതായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു അങ്ങനെ ഒരു ഇത്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെയുള്ള കളികൾ കൊണ്ടുവന്നിട്ട് അതിനകത്ത് മണി ബോക്സ് എടുക്കും എന്നതിലപ്പുറത്തേക്ക് എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു. ആദില എങ്ങനെ ആയാലും ഈ ആഴ്ച വന്നാൽ നൂറയ്ക്ക് വേണ്ടിയിട്ട് കുറേ കൂടുതൽ വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പം ആദിലേൻ്റെ ഒരു സപ്പോർട്ടിങ്ങും കൂടെ നൂറയ്ക്ക് വേണ്ടിയിട്ട് കിട്ടും. ഇപ്പം അതിപ്പം ആദിലയുടെ നൂറേൻ്റെയും മാത്രം കോംബോ പിടിച്ചിട്ട് ആരും ഇപ്പം അത് എൻ്റെ നെഞ്ചത്തോട്ട് കൊണ്ടുവരണ്ട. കാരണം ബിന്നി പോയ സമയത്ത് ബിന്നി അനൗൺസ് ചെയ്തിട്ട് അത് സപ്പോർട്ടിങ് കിട്ടിയതാണ് നെവിന്. അതുപോലെ ലക്ഷ്മി പോയ സമയത്ത് അവർ അനൗൺസ് ചെയ്ത് സപ്പോർട്ടിങ് കിട്ടിയതാണ് നെവിന്. സ്വാഭാവികമായിട്ട് അവർ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഇവരെ മാത്രം ഇപ്പൊ കുത്താൻ നിൽക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ അതിന് അത്രമാത്രമുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ തന്നത്. അപ്പം ഇവരെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് മാത്രം ബിഗ് ബോസ് പ്രത്യേക കരുതലും ഇതൊക്കെ കൊടുത്തിട്ട് ഇത് ചെയ്യണമെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഞാൻ ഇത് തന്നത്.